ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യു എയിലെ ഷാർജ അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് രജിസ്ട്രേഷൻ ഫോം ജാനുവരി 9 തന്നെ ഷാർജ അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ജൂൺ 30 വരെ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 1 നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരും. അതിനുശേഷം ഓഗസ്റ്റ് 15 യൂണിവേഴ്സിറ്റിയുടെ ഫുള്ളി സ്പോൺസർഷിപ്പിൽ നമുക്ക് യു എയിൽ എത്താനും നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനുമായിട്ടുള്ള അവസരമുണ്ട്. നമ്മൾ ഈ ഒരു കോഴ്സിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിസ എക്സ്പെൻസസ്, റെസിഡൻസ്, അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂവൻസ് എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി വഹിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ രാജ്യത്തിൻ്റെ പോളിസി പ്രകാരം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടും. നമുക്ക് യു എയിൽ മറ്റ് ആശ്രിതരോ നമ്മളെ സംരക്ഷിക്കാൻ മറ്റാരും ഇല്ലാത്ത സാഹചര്യത്തിൽ ഷാർജ സിറ്റിയുടെ അടുത്തോ അല്ലെങ്കിൽ അനുബന്ധ സ്ഥലങ്ങളിലോ ആയിട്ട് യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് അക്കോമഡേഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കോഴ്സിൻ്റെ ഒരു 50% കംപ്ലീറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റിയുടെ കലണ്ടർ പ്രകാരം നമ്മുടെ നാട്ടിലേക്കും അവിടെ നിന്ന് തിരിച്ച് യു എയിലേക്കുമുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടി യൂണിവേഴ്സിറ്റി നമുക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോട് കൂടി പഠിക്കാനുള്ള അവസരം കൂടി അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റി ഈ ഒരു കോഴ്സിനോടൊപ്പം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു അവസരമാണ്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ഡിഗ്രി കോഴ്സ് ആയതുകൊണ്ട് തന്നെ 12th സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. 10th, 11th, 12th സർട്ടിഫിക്കറ്റ്സ് അതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി നിർബന്ധമാണ്. അറ്റസ്റ്റഡ് കോപ്പി എന്ന് പറയുമ്പോൾ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സിൽ നിന്നും മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഫൊക്കെ നമുക്ക് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തുള്ള ട്രാവൽ ഏജൻസിയിലോ അക്ഷയയിലോ ചെന്ന് ചോദിക്കുക. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് അടുത്തുള്ളൊരു ട്രാവൽ ഏജൻസിയിൽ നിന്നായിരുന്നു അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് 15 ദിവസത്തിൻ്റെ അകത്ത് തന്നെ അറ്റസ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ഡൽഹി എംബസിയിൽ നിന്നും അതേപോലെ തന്നെ മോഫ് അറ്റസ്റ്റേഷനും കഴിഞ്ഞ് നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ 2 വർഷത്തിലധികം വാലിഡിറ്റി ഉള്ളൊരു പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 2 വർഷത്തിൽ കുറയാത്ത വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടിൻ്റെ ഒരു കളർ കോപ്പി ഇതിന് അത്യാവശ്യമാണ്. അതേപോലെ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ, കാരണം നമ്മുടെ നാഷണൽ ID നമ്പർ കൂടിയും ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ആ ഫോമിൻ്റെ അകത്ത് അവർ ചോദിക്കുന്നുണ്ട്. അതേപോലെ റീസെൻ്റ് ആയിട്ട് നമ്മളെടുത്ത നമ്മുടെ ഒരു ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത ഒരു ഫോട്ടോ ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് യു എയിലുള്ളവർക്ക്, നാട്ടിലുള്ളവരാണെങ്കിൽ ഗുഡ് കോഡ് ഓഫ് കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഹെൽത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിയിട്ടുണ്ടാവണം. നമുക്ക് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പകർച്ചവ്യാധികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങി അതുകൂടി മോഫ MOE അറ്റസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിൽ ഡിഗ്രി കോഴ്സസിൻ്റെ അണ്ടറിൽ ഇവർ 8 മേജേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് 3 മേജേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ബാച്ചിലേഴ്സ് ഇൻ ഖുറാൻ സയൻസസ്, ബാച്ചിലേഴ്സ് ഇൻ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ബാച്ചിലേഴ്സ് ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ, ബാച്ചിലേഴ്സ് ഇൻ ഇക്കണോമിക്സ്, ബാച്ചിലേഴ്സ് ഇൻ ഫൗണ്ടേഷൻസ് ഓഫ് റിലീജിയൻ, ബാച്ചിലേഴ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ആൻഡ് ഇറ്റ്സ് ഫൗണ്ടേഷൻസ്, ബാച്ചിലേഴ്സ് ഓഫ് സിവിലൈസേഷൻ ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി, ബാച്ചിലേഴ്സ് ഓഫ് ഖുറാനിക് റീഡിങ്സ്. ഇതിലേതെങ്കിലും ഒരു മേജറിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു 3 സ്റ്റെപ്സ് വഴി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം പൂർത്തീകരിക്കാവുന്നതാണ്. ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ www.alqasimia.ac.ae ആപ്ലിക്കേഷൻ ഫോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഹൗ ടു അപ്ലൈ ബട്ടൺ കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പേജിലായിരിക്കും ലാൻഡ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 സ്റ്റെപ്പായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ബിഫോർ രജിസ്റ്ററിങ്, രജിസ്റ്റർ നൗ, ആഫ്റ്റർ രജിസ്റ്ററിങ്. അപ്പോൾ ബിഫോർ രജിസ്റ്ററിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുക. അതൊക്കെ കുറച്ചും കൂടിയും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തായാലും ഫില്ല് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളറിലും ക്ലിയർ ആയിട്ടും തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പി അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മളിവിടെ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്, ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പിൽ. അത് ക്ലിക്ക് ചെയ്യുവാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു പേജിലാണ് ലാൻഡ് ചെയ്യുന്നത്. ഒരു 7 സ്റ്റേജസ് വഴി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ അതേ ഇൻസ്ട്രക്ഷൻസ് അവരിവിടെ ഒന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതേപോലെ 2025-2026 അക്കാദമിക് ഇയറിലേക്കാണ് ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 മേജേഴ്സ് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ പൂർണ്ണ ഡിസിഷൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ഏതൊരു കോഴ്സിലേക്കാണ് അസൈൻ ചെയ്യപ്പെടുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ഞാനപ്പോൾ നമ്മൾ ഈ 3 മേജേഴ്സും നമ്മളിവിടെ സെലക്ട് ചെയ്തേ പറ്റൂ. ഞാനപ്പോൾ ആദ്യത്തെ മേജറായിട്ട് ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ എക്കണോമിക്സ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫൗണ്ടേഷൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ 3 ബാച്ചിലേഴ്സ് കോഴ്സാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ പാസ്പോർട്ടിലുള്ള പോലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പാസ്പോർട്ടിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മളോട് നമ്മുടെ പേര് അറബിക്കിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഗൂഗിളിൻ്റെ ട്രാൻസ്ലേഷൻ വഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ നാഷണാലിറ്റി ചോദിച്ചിട്ടുണ്ട്, ഓൾവേസ് ഇന്ത്യ ആണ്. പ്രീവിയസ് നാഷണാലിറ്റി ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യ തന്നെയാണ്. അതേപോലെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, നമ്മുടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത പ്ലേസ്, അതൊക്കെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ബാക്ക് പേജിൽ ഉണ്ടാവുന്നതായിരിക്കും. അതേപോലെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ്, നമ്മുടെ നാഷണൽ ID നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആധാർ നമ്പറാണ് നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ID എന്ന് പറയുമ്പോൾ ആധാർ കാർഡാണല്ലോ. അപ്പോൾ ആധാർ കാർഡിൻ്റെ ID കൊടുക്കുക. അതേപോലെ തന്നെ എമിറേറ്റ്സ് UAEയിലുള്ളവർക്കാണെങ്കിൽ എമിറേറ്റ്സ് ID കാർഡിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്, യൂണിഫൈഡ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നമ്മൾ ജനിച്ച രാജ്യത്തിൻ്റെ പേര്, നമ്മൾ ജനിച്ച സ്ഥലത്തിൻ്റെ പേര്. പിന്നെ അതേപോലെ നമ്മുടെ ജെൻഡർ ചോദിക്കുന്നുണ്ട്, റിലീജിയൻ മുസ്ലിം ആണോ നോൺ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക. അതേപോലെ തന്നെ UAEയിൽ നമ്മളൊരു റെസിഡൻ്റ് ആണോ, അതായത് നമുക്ക് UAE റെസിഡൻസി വിസ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. നമുക്ക് എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും കൂടി ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മളൊരു എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, കറൻ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. അതേപോലെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് ഉണ്ടെങ്കിൽ അതുകൂടി കൊടുക്കുക. COVID-19 2 ഡോസസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടിയും ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി ഇവിടെ കളറിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതിന് 2 വർഷത്തേക്കാൾ കൂടുതൽ വാലിഡിറ്റി ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി എടുത്തൊരു ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതൊക്കെ ഇമ്പോർട്ടൻറ്റ് മാൻഡറ്ററി ആണ്. അതുകൊണ്ടാണ് സ്റ്റാർ മാർക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ UAEയിലുള്ളവരാണെങ്കിൽ UAE റെസിഡൻസി വിസ അത് ഓപ്ഷനിലാണ്. സോ UAEയിലുള്ളവരാണെങ്കിൽ വിസ, നമ്മുടെ റെസിഡൻസ് വിസയുടെ കോപ്പി സബ്മിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ ഐഡൻറ്റിറ്റി, ആധാർ കാർഡ് ആണെന്നുണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും, എമിറേറ്റ്സ് ID ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എമിറേറ്റ്സ് IDയുടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കൊടുക്കുക. അതിനുശേഷം ഫാമിലി ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ രക്ഷിതാവിൻ്റെ ഫുൾ നെയിം, അതേപോലെ ആളുടെ റിലീജിയൻ, നമുക്ക് നമ്മുടെ ഗാർഡിയൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫാദറിൻ്റെ പേരാണെങ്കിൽ ഫാദറിൻ്റെ റിലേഷൻഷിപ്പ്, ഹസ്ബൻഡിൻ്റെ പേരാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആരാണോ നമ്മുടെ രക്ഷിതാവായിട്ട് നിൽക്കുന്നത് ആളുടെ പേര്, അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഗാർഡിയൻ വർക്ക് ചെയ്യുന്ന സ്ഥലം, പാരൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ കോണ്ടാക്ട് നമ്പർ, അവരുടെ ഇമെയിൽ ID, മദറിൻ്റെ
പേര്, മദറിൻ്റെ നാഷണാലിറ്റി, മദറിൻ്റെ റിലീജിയൻ, മദറിൻ്റെ ഫോൺ നമ്പർ, മദറിൻ്റെ ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങൾ എന്തായാലും കൊടുക്കണം. അതേപോലെ തന്നെ ഒരു റിലേറ്റീവിൻ്റെ പേര് കൊടുക്കുക, റിലേറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊടുക്കുക. അതേപോലെ റിലേറ്റീവിൻ്റെ കോൺടാക്റ്റ് നമ്പർ, റിലേറ്റീവിൻ്റെ ഇമെയിൽ ID, പിന്നെ അതേപോലെ നമുക്ക് UAE ഒരു റിലേറ്റീവ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ ഫാമിലി ഇൻഫർമേഷൻ്റെ അകത്ത് വരുന്നത്. ഇതിന് ശേഷം നമുക്ക് വരുന്നത് കോണ്ടാക്റ്റ് ഇൻഫർമേഷനാണ്. നമ്മൾ കൺട്രി ഓഫ് റെസിഡൻസ്, നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലം, നമ്മൾ താമസിക്കുന്ന സിറ്റി, നമ്മുടെ പിൻ ബോക്സ്, നമ്മൾ അടുത്തുള്ള എയർപോർട്ട്, അതേപോലെ ഇമെയിൽ ID, അതേപോലെ നമ്മൾ ഇമെയിൽ ID വെരിഫൈ ചെയ്യണം. അഡീഷണൽ ഇമെയിൽ ID ഉണ്ടെങ്കിൽ ഓപ്ഷണലാണ്, അത് കൊടുക്കുക. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ വാട്സപ്പ് നമ്പർ, നമ്മുടെ ഹോം ഫോൺ, നമ്മുടെ സ്കൈപ്പ് അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ഇത് 4ഉം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ലാസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഈക്വാലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും, അത് കിട്ടിയ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ CBSE അല്ലാത്ത വേറെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഹൈസ്കൂൾ സിസ്റ്റം, ഇപ്പോൾ നമ്മൾ ഏത് സിസ്റ്റമാണ് പഠിച്ചത്, ഏത് സിലബസ് ആണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യ ഇവിടെ ഉണ്ട്, ഇന്ത്യൻ അതർ ദാൻ CBSE, അപ്പോൾ അത് കൊടുക്കുക. അതേപോലെ തന്നെ CBSE അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ നമ്മുടെ സ്കോർ കൊടുക്കുക. അതേപോലെ നമ്മുടെ സെക്ഷൻ, ഹൈസ്കൂൾ ഏതാണ് പഠിച്ചതെന്ന് വെച്ചാൽ ആ ഹൈസ്കൂളിൻ്റെ പേര്, ഹൈസ്കൂളുള്ള രാജ്യം, സിറ്റി, നമ്മൾ പഠിച്ച ലാംഗ്വേജ്, അതേപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ, അത് നമ്മുടെ സർട്ടിഫിക്കറ്റ് പ്രകാരം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി ഇവിടെ കൊടുക്കുക. അതേപോലെ 10th സർട്ടിഫിക്കറ്റ്, 11th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്. നമ്മൾ 12th മെയിൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് 11th മാർക്ക് ലിസ്റ്റ് അടങ്ങിയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റേറ്റിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ അപ്പോൾ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ അവർ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ IELTS, ടഫിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് കൂടി നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ഡിപ്ലോമ, ഏതെങ്കിലും ഹയർ ഡിപ്ലോമ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടിയും ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ട്. അറബിക്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. അപ്പോൾ അറബിക് നമ്മളിവിടെ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഇയേഴ്സ് ഓഫ് സ്റ്റഡിയിങ്ങും നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരും ചോദിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മെയിനായിട്ടുള്ള കുറേ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടിയും ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസാണ്. നമ്മുടെ ലെറ്റർ ഓഫ് ഗുഡ് ബിഹേവിയർ, അത് അറബിക്കിലോ ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതും അറ്റസ്റ്റ് ചെയ്തതുമായിരിക്കണം. അതേപോലെ നമ്മുടെ ഹെൽത്ത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇഷ്യൂ ചെയ്തത്. അതേപോലെ ഇവിടെ 2 ഫോം കൊടുത്തിട്ടുണ്ട്. ഈ 2 ഫോമും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അറബിക്കിലുള്ളൊരു വേർഡ് ഫയലാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഞാനൊന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫയല് നമുക്ക് ഫുൾ അറബിക്കയിലായിട്ടായിരിക്കും ഫില്ല് ചെയ്യാനായിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറബിക്ക് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ 2 ഫോമും ഇതുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യുക അറബിക്ക് അറിയാത്തവരാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അൽഖാസ്മിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അൽഖാസ്മിയ യൂണിവേഴ്സിറ്റിയുടെ സോഷ്യൽ മീഡിയ പേജസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ് കൂടി വെക്കണം. അപ്പോൾ അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതായത് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്തിട്ട് ഇവിടെ അതും കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഒരു 3 കോളം നമ്മൾ അഗ്രി ചെയ്യുകയാണെന്നുള്ളത്, അവരുടെ സ്കോളർഷിപ്പ് ടേംസ്, അതേപോലെ അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ്, അതേപോലെ അപ്രൂവൽ ആൻഡ് ദെയർ പ്ലെഡ്ജ്, ഇത് 3ഉം നമ്മൾ അഗ്രി ചെയ്യുകയാണെന്നുള്ള കോളംസ് കൂടി ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക.
അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ. ആദ്യം തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. ജൂൺ 30 വരെ നമുക്ക് സമയമുണ്ട്. ഓഗസ്റ്റ് 1 നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് കൂടി വരുന്നതായിരിക്കും. അൽഖാസിമിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.